ഹലോ കൂട്ടുകാരെ, ഇന്നെൻ്റെ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മളെ വീട്ടിലെ ഡുട്ടുമോനെക്കുറിച്ചാണ്. അപ്പോൾ ഡുട്ടുമോനെന്ന് പറയുമ്പം അവൻ്റെ പേര് രാജക്കണ്ണൻ എന്ന് വിളിക്കും. നമ്മൾ ഒരുപാട് പേര് അവന് ഇട്ടിട്ടുണ്ട്. പക്ഷേ സ്നേഹവാത്സല്യമുള്ള കുട്ടിയാണ് അവൻ. സ്നേഹവാത്സല്യമുള്ള കുട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിലെല്ലാവരോട് ഭയങ്കര സ്നേഹമാണ് അവർ. പക്ഷേ സ്നേഹമെന്ന് പറഞ്ഞാൽ നമ്മളൊരു വീട്ടിൽ വെളിയിൽ പോയി കഴിഞ്ഞാൽ അവൻ മര്യാദ പഠിപ്പിക്കും. പിന്നെ സമയത്ത് അവൻ ആഹാരമെന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്കൊന്നും കഴിക്കില്ല, വൈകിട്ട് കഴിക്കുന്ന ആഹാരമാണ് അവൻ ചിലപ്പം. പിന്നെ വിശപ്പുണ്ടെങ്കിൽ മാത്രമേ അവൻ ആഹാരം കഴിക്കുകയുള്ളൂ. എല്ലാ പട്ടികളെ കണക്കും വലിച്ചു വാരി തിന്നുന്ന സ്വഭാവം അവനില്ല. ഇത്തിരി ഉച്ചയ്ക്ക് ചോറ് കൊടുത്താൽ ചിലപ്പോൾ മീനുണ്ടെങ്കിൽ കഴിക്കും, അല്ലെങ്കിൽ പിന്നെ ഇവന് ബിസ്ക്കറ്റ് മേടിച്ച് കൊടുക്കും. ബിസ്ക്കറ്റ് വൈകിട്ട് കഴിക്കും, വെള്ളവും കുടിക്കും. അപ്പോൾ നല്ല കുട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ കുസൃതിയും കുരുത്തക്കേടും ഒക്കെ ഉണ്ട്. പിന്നെ വീട്ടിൽ തന്നെ നമ്മൾ തമാശയ്ക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവന് ചോദിക്കും. അവന് കുറ്റം പറയുന്നെന്നും പറഞ്ഞും കൊണ്ട് അവൻ വഴക്ക് പറയും. കുറച്ചും കൊണ്ട് വഴക്ക് പറച്ചിലാണ്. അപ്പോൾ അതൊക്കെ ഉള്ള ശീലങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് പഴയൊരു പട്ടി ഉണ്ടായിരുന്നു, അവൻ്റെ പേര് ഡുട്ടു എന്നായിരുന്നു. അപ്പോൾ അവൻ്റെ പേരാണ് ഇവനിട്ടിരിക്കുന്നത്, നമ്മളാണ് ഡുട്ടുമോൻ ഇട്ടിരിക്കുന്നത്. ഇവനിട്ടിരിക്കുന്നത് അപ്പോൾ ഇവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കുട്ടിയൊക്കെയാണ്, നല്ല സ്വഭാവമുള്ള മോനാണ്. പിന്നെ വീട്ടിലെല്ലാവരോടും ഭയങ്കര സ്നേഹവും ഭയങ്കര കാര്യമൊക്കെയാണ്. പിന്നെ വീട്ടിലൊരു കാക്ക വന്നിരിക്കാൻ പറ്റില്ല, ഒരു പൂച്ചയ്ക്ക് വീട്ടിൽ കയറാൻ പറ്റില്ല, ഒരു ആളിനോട് ഈ വീട്ടിൽ കയറാൻ പറ്റില്ല. പക്ഷേ പുറത്തുനിന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവൻ്റെ മൂക്കിൽ മണം അടിക്കും. അതൊരു 1/2 കിലോമീറ്റർ നിന്നാൽ മതി, അപ്പോഴേ ആരെയും ശബ്ദം കേട്ടാലും അവൻ കുരയ്ക്കും. അപ്പം അതുകൊണ്ട് പിന്നെ കടിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ കടിക്കും. കടിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും അവന് പരിചയമില്ലാത്ത ആൾക്കാരാണെങ്കിൽ അവൻ കാലിൻ്റെ തൊടയിലായിരിക്കും കയറി പിടിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു സ്വഭാവമുള്ളവനാണ് അവൻ. അപ്പം അതുകൊണ്ട് നമ്മളങ്ങനെ ആവത്തൊന്നും അങ്ങനെ വിടത്തില്ല. ആവത്തെന്ന് പറഞ്ഞാൽ വേറെ പട്ടികളോടൊന്നും അവന് അത്ര ഏതെങ്കിലും ഒരു പട്ടി വന്നാലും അവന് ഇഷ്ടപ്പെടത്തില്ല. അപ്പം അങ്ങനെയാണ് ഈ വീട്ടിലെ കാര്യങ്ങൾ. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞില്ല, നമ്മളെ മണിക്കുട്ടനെ ഞാനൊരു വീഡിയോ ഇട്ടല്ലോ. അപ്പോൾ മണിക്കുട്ടൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നുള്ളൂ നമ്മളെ വീട്ടിൽ ഒരാൾ കൂടിയുണ്ട്, നമ്മൾ പരിചയപ്പെടുത്താം എന്ന് ഞാൻ പറഞ്ഞു. അതാണ് നമ്മളെ ഈ ഡുട്ടുമോൻ. അപ്പോൾ ഇവനിപ്പോൾ 5 വയസ്സായി. 5 വയസ്സായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏപ്രിൽ 23-നാണ് പ്രസവിക്കുന്നത്. ഏപ്രിൽ 23-നൊക്കെയാണ് പ്രസവിക്കുന്നത്. പ്രസവിച്ച് നമ്മൾ ഒരു ആറ്റങ്ങയുള്ളൊരു പൂവമ്പാറ എന്ന് പറയുന്ന ഒരു വീട്ടിൽ നിന്നാണ് നമ്മളിവനെ മേടിക്കുന്ന, ഒരു ടീച്ചറിൻ്റെ വീട്ടിൽ നിന്ന്. അപ്പോൾ മേടിച്ചുകൊണ്ട് വരുമ്പോൾ ഒരു കുഞ്ഞു പട്ടുകുട്ടി അവന്. അപ്പോൾ വളർത്തി വീട്ടിൽ പാലൊക്കെ കൊടുത്ത് ബിസ്ക്കറ്റൊക്കെ മേടിച്ച് കൊടുത്ത് വളർത്തി വലുതാക്കി ഇപ്പം. അപ്പം അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ബൈ.